നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്ന് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. നമസ്കാരം. ഈ ഭാഗ്യ നക്ഷത്ര ജാതകർക്ക് ലോട്ടറി അടിക്കും. ധർമ്മദൈവത്തെ ഈ നക്ഷത്ര ജാതകർ പ്രാർത്ഥിക്കുക. അപ്പോൾ നിങ്ങൾക്ക് സംശയമുണ്ടാകും, ആരാണ് ധർമ്മദേവത? ധർമ്മദൈവത്തെ അറിയില്ല എങ്കിൽ ഭദ്രകാളിയെ ആരാധിക്കുക. തീർച്ചയായും വലിയൊരു ഭാഗ്യം നിങ്ങളെ തേടി വരും. നിങ്ങളെ തേടി വരുന്നത് ലോട്ടറി ഭാഗ്യമാണ്. മാർച്ച് മാസത്തിൽ ധനവാനാകാൻ കാരണം തന്നെ ഈ നക്ഷത്ര ജാതകർക്ക് സമയം മാറുന്നു എന്നത് തന്നെയാണ്. ശനി മാറുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയുമൊക്കെ നമ്മളെ തേടി വരും. നമ്മുടെ കഷ്ടകാലങ്ങളൊക്കെ ഒഴിയും. നമുക്ക് സൗഭാഗ്യ സമ്പന്നതയിൽ എത്തിച്ചേരാൻ സാധിക്കും. ജീവിതത്തിലെ പ്രാരാബ്ധങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ ഒഴിഞ്ഞ് വലിയ രീതിയിൽ രക്ഷപ്പെടാൻ നമുക്ക് ഈ സമയം സാധ്യമാകും. അതാണ് ഞാൻ പറഞ്ഞത്, മാർച്ച് മാസത്തിൽ ഭാഗ്യത്തിൻ്റെ കൊടുമുടിയിൽ എത്തിച്ചേരും ഈ നക്ഷത്ര ജാതകരെന്ന്. അങ്ങനെ ഭാഗ്യക്കുറിയിലൂടെ ധനവാനാകുന്ന ആ നക്ഷത്ര ജാതകരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം. അതിൽ ആദ്യത്തെ 3 നക്ഷത്ര ജാതകർ അശ്വതിയും ഭരണിയും കാർത്തികയുമാണ്. ഇവർക്ക് ലോട്ടറി അടിക്കും. ഈ നക്ഷത്ര ജാതകരുടെ സമയം മാറുകയാണ്. ജീവിതത്തിലെ എല്ലാ പ്രാരാബ്ധങ്ങളും എല്ലാ ദുഃഖ ദുരിതങ്ങളും ഒഴിഞ്ഞ് ഈ ഭാഗ്യ നക്ഷത്ര ജാതകർക്ക് ഇനി വരാനിരിക്കുന്നത് സൗഭാഗ്യ സമ്പന്നതയുടെ സമയം തന്നെയാണ്. ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും മാറി രക്ഷപ്പെടാൻ ഈ നക്ഷത്ര ജാതകർക്ക് കഴിയുന്നു എന്നത് സത്യമാണ്, യാഥാർത്ഥ്യമാണ്. അയ്യപ്പ ക്ഷേത്രത്തിൽ എള്ളുപായസം നടത്തി പ്രാർത്ഥിക്കുക. ശ്രീകൃഷ്ണ ഭഗവാന് ഭാഗ്യസുക്തം നടത്തുക. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു നേട്ടം, വലിയൊരു ഭാഗ്യം നിങ്ങളെ തേടി വരും. നിങ്ങൾക്ക് ഇതുവരെ കാണാത്ത ഭാഗ്യാനുഭവങ്ങളാണ് വന്നു ചേരുക. നിങ്ങൾ ആഗ്രഹിച്ചത് എന്താണോ അത് നടന്നു കിട്ടും. ഇപ്പോൾ ഈ നിമിഷം തന്നെ നിങ്ങൾ ഒരാഗ്രഹം മനസ്സിൽ പറയുക. എന്നതിന് ശേഷം ഓം നമഃശിവായ എന്ന മൂലമന്ത്രം 108 തവണ ഈ വീഡിയോ കഴിഞ്ഞതിന് ശേഷം ഒന്ന് ചൊല്ലാൻ ശ്രമിക്കുക. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ നടക്കും. ഓം നമഃശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രം നിങ്ങളെ ഉന്നതിയിൽ കൊണ്ടെത്തിക്കും. ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും. അശ്വതിയുടെയും ഭരണിയുടെയും കാർത്തികയുടെയും ആ ചീത്ത സമയമൊക്കെ മാറിയിരിക്കുന്നു. ഇനി സമൃദ്ധിയാണ്, സന്തോഷമാണ്. അപ്പോൾ ഓം നമഃശിവായ എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ കുറിക്കാൻ മറക്കേണ്ട. അശ്വതിയും ഭരണിയും കാർത്തികയും. അടുത്ത ഭാഗ്യ നക്ഷത്രം മിഥുനക്കൂറിലെ മകയിര നക്ഷത്രമാണ്. സ്വാർത്ഥ സ്വഭാവം നിയന്ത്രിക്കുക. നിങ്ങൾക്ക് ലോട്ടറി ഭാഗ്യമുണ്ട്. തടസ്സങ്ങൾ വരുമ്പോൾ പതറാതെ മുന്നോട്ട് പോകുക. ഒന്ന് രക്ഷപ്പെടണം എന്ന നിങ്ങളിലെ ആ വലിയ ആഗ്രഹം നിറവേറ്റാൻ കഴിയുന്നില്ല എന്നുള്ള സങ്കടം മറന്നേക്കൂ. അടുത്ത പരിശ്രമം നിങ്ങളിൽ വലിയ വിജയമുണ്ടാക്കും. തീർച്ചയായും വലിയ നിലയിൽ നിങ്ങൾ എത്തിയിരിക്കും. മകയിര നക്ഷത്ര ജാതകരുടെ ധനസ്ഥിതി വർദ്ധിക്കും. ലോട്ടറി അടിക്കും, വലിയ വീട് വയ്ക്കും, വിദേശത്ത് പോകും. ഒരുപാട് ദുരിത ദുഃഖങ്ങളാണ് മകയിര നക്ഷത്രം ഇതിനകം അനുഭവിച്ചത്. എന്നാൽ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി രക്ഷപ്പെടാൻ നിങ്ങൾക്ക് കഴിയുന്നു. ഒരുപാട് ദുരിത ദുഃഖങ്ങൾ അനുഭവിച്ചവരാണ് നിങ്ങൾ, ഇപ്പോഴും അനുഭവിക്കുന്നു. ഒന്ന് പൊട്ടിക്കരഞ്ഞ് തൻ്റെ നിസ്സഹായ അവസ്ഥ പറഞ്ഞ് മനസ്സിലാക്കുവാൻ ആരുമില്ലല്ലോ എന്ന സങ്കടം നിങ്ങളിലുണ്ട്. ആരു പറഞ്ഞു നിങ്ങളുടെ സങ്കടം കേൾക്കുന്നില്ല എന്ന്? ഈശ്വരൻ നിങ്ങളുടെ സങ്കടം കാണുന്നു, കേൾക്കുന്നു. അനുകൂലമായ ഒരു സമയമാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്നത്. സകല സങ്കടങ്ങളും മാറിക്കിട്ടും. നിങ്ങൾക്ക് വിദേശത്ത് പോകാൻ സാധിക്കും. കാനഡയിലൊക്കെ പോകാൻ ശ്രമിക്കുന്നവർക്ക് മാർച്ച് കഴിയുമ്പോൾ അതിന് സാധ്യത കൂടുന്നു. തീർച്ചയായും ഭാഗ്യമാണ്, നേട്ടമാണ്. നിങ്ങളും ഓം നമഃശിവായ എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ കുറിക്കാൻ മറക്കേണ്ട. ശിവഭഗവാന്റെ
ആ വലിയ കാരുണ്യം നിങ്ങളുടെ മേൽ ചൊരിയും. ശിവക്ഷേത്രത്തിൽ ധാരയും മാലയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. അടുത്ത ലോട്ടറി ഭാഗ്യം തേടി വരുന്ന നക്ഷത്രം കന്നിക്കൂറിലെ ഉത്രവും അത്തവും ചിത്തിരയുമാണ്. ഭാഗ്യമാണ് ഈ 3 നക്ഷത്ര ജാതകർക്കും. ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും എല്ലാ പ്രശ്നങ്ങളും അകന്ന് ഇവർക്ക് രക്ഷപ്പെടാൻ സാധിക്കുന്നു. വലിയൊരു ഭാഗ്യത്തിലേക്ക്, വലിയൊരു നേട്ടത്തിലേക്കാണ് ഇവർ എത്തുന്നത്. ഉത്രത്തിനും അത്തത്തിനും ചിത്തിരയ്ക്കും ഭാഗ്യമാണ്. കഴിഞ്ഞ കാലഘട്ടത്തിലെ ദുഃഖമൊക്കെ മറന്നേക്കുക. ഇനി വരാനിരിക്കുന്നത് സമ്പൽ സമൃദ്ധിയുടെ നാളുകൾ തന്നെയാണ്. നെഗറ്റീവ് ചിന്തകളൊക്കെ മാറ്റണം. പോസിറ്റീവായി ചിന്തിക്കുക. തീർച്ചയായും വലിയൊരു നേട്ടം നിങ്ങളിൽ വന്നു ചേരും. നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ലോട്ടറി ഭാഗ്യം നിങ്ങൾക്ക് വന്നു ചേരും. 2026ലെയും 2026 വിഷുഫലവും നിങ്ങൾക്കറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്കും ബന്ധപ്പെടാവുന്നതാണ്. നിങ്ങളുടെ ലക്കി നമ്പറിനെ കുറിച്ചറിയാൻ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്കും ബന്ധപ്പെടാവുന്നതാണ്. അടുത്ത ഭാഗ്യമുള്ള, എല്ലാ രീതിയിലും രക്ഷപ്പെടുന്ന, ആ ഭാഗ്യത്തിനുമേൽ ഭാഗ്യമുള്ള നക്ഷത്ര ജാതകർ വൃശ്ചികക്കൂറിലെ അനിഴവും തൃക്കേട്ടയുമാണ്. മനസ്സിൽ ഉദ്ദേശിച്ച, നിങ്ങൾ ആഗ്രഹിച്ച, നിങ്ങൾ സ്വപ്നം കണ്ട ആ ഒരു വലിയ കാര്യം നിങ്ങൾക്ക് നടന്നു കിട്ടാൻ പോവുകയാണ്. ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും എല്ലാ ദുഃഖ ദുരിതങ്ങളും മാറി നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും. ഇനി നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യമാണ്. ധനം ധാരാളം വന്നു ചേരുന്ന സമയമാണ്. ആഗ്രഹങ്ങളൊക്കെ നടക്കുന്ന സമയമാണ്. ദേവി പൊന്നുതമ്പുരാട്ടിയുടെ അനുഗ്രഹം നിങ്ങളുടെ മേൽ ചൊരിയും. അമ്മ മുത്തുമാരിയമ്മയുടെ അനുഗ്രഹം നിങ്ങളുടെ മേൽ ചൊരിയും. ഞാൻ പ്രാർത്ഥിക്കും നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി. നിങ്ങൾക്കൊരു ലോട്ടറി ഭാഗ്യം വന്നു ചേരും. നിങ്ങളുടെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറിക്കിട്ടും. വൃശ്ചികക്കൂറിലെ അനിഴത്തിനും തൃക്കേട്ടയ്ക്കും ആ മനസ്സിൽ ഉദ്ദേശിച്ച ലോട്ടറി ഭാഗ്യം നടന്നു കിട്ടുന്ന സമയമാണ്. പ്രാർത്ഥന നടത്തുക. തീർച്ചയായും വലിയ വിജയം, വലിയ നേട്ടം നിങ്ങളെ തേടി വരും. ആശിച്ചതും ആഗ്രഹിച്ചതുമൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും. നിങ്ങളുടെ വരുമാനം വർദ്ധിക്കും. നിങ്ങൾക്ക് രോഗശാന്തി വന്നു ചേരും. നിങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടും. ബിസിനസ് ചെയ്യുന്നവർക്ക് നല്ലത് തന്നെയാണ്. ആ തടസ്സങ്ങളൊക്കെ മാറി രക്ഷപ്പെടാൻ നിങ്ങൾക്ക് സാധിക്കും. അടുത്ത നക്ഷത്രം എല്ലാ രീതിയിലും സമൃദ്ധി വന്നു ചേരുന്ന, എല്ലാ രീതിയിലും രക്ഷപ്പെടുന്ന, ലോട്ടറി ഭാഗ്യം വന്നു ചേരുന്ന ആ നക്ഷത്ര ജാതകർ, ആ 3 ഭാഗ്യശാലികൾ ഇവരാണ്. പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി. ഈ 3 നക്ഷത്ര ജാതകർ നിങ്ങളുടെ വീട്ടിലുണ്ടോ? ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് പേര് പറഞ്ഞേക്കണേ. പേരും ജന്മനക്ഷത്രവും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കും. നാളെ പ്രത്യേക പൂജയുണ്ട്. ഈ പൂജയിൽ നിങ്ങളെയും ഞാൻ പങ്കെടുപ്പിക്കും. നിങ്ങൾക്ക് ഗണപതി ഹോമം നടത്തേണ്ടതായ ആവശ്യകത ഇപ്പോഴുണ്ട്. അടുത്തുള്ള ഗണപതി ക്ഷേത്രത്തിൽ ഒരു ഗണപതി ഹോമം നടത്തുക. ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും എല്ലാ പ്രശ്നങ്ങളും മാറിക്കിട്ടും. ആഗ്രഹിച്ചതെന്താണോ അതൊക്കെ നിങ്ങൾക്ക് നടന്നു കിട്ടും. നിങ്ങൾ അസത്യം എവിടെ കണ്ടാലും പെട്ടെന്ന് പ്രതികരിക്കുന്ന ഒരു സ്വഭാവം നിങ്ങളിലുണ്ട്. അത് നിയന്ത്രിക്കണം. ധനപരമായി നിങ്ങൾക്ക് നേട്ടമുണ്ടാകും. നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും മാറിക്കിട്ടും. നിങ്ങൾക്കൊരു വീട് വയ്ക്കാൻ, വീട് മാത്രമല്ല മണിമാളിക പണിയാൻ നിങ്ങൾക്ക് സാധിക്കും. കഴിഞ്ഞുപോയ കാലഘട്ടത്തിലെ ദുഃഖങ്ങൾ ഒട്ടനവധിയാണ് നിങ്ങൾക്ക്. ശരിയല്ലേ? നിങ്ങൾ ഒരുപാട് അനുഭവിച്ചില്ലേ? നിങ്ങൾ ദുഃഖങ്ങളിലൂടെയല്ലേ കടന്നു പോകുന്നത്? സത്യം പറയണം. ഇവിടെ ഒന്ന് നിങ്ങൾ കുറിച്ചേക്കുക. സത്യമായിരുന്നോ അല്ലയോ? ശ്രദ്ധിച്ചു കേൾക്കുക. ഇനി നിങ്ങളുടെ ജീവിതം മാറുകയാണ്. നിങ്ങളുടെ പ്രതിസന്ധികൾ അകലുകയാണ്. നിങ്ങൾ ആഗ്രഹിച്ച ആ വലിയ വിജയം നിങ്ങളെ തേടി വരാൻ പോവുകയാണ്. ഞാൻ പറയുന്നു, ഈ കാര്യം അച്ചട്ടായിരിക്കും. നിങ്ങൾ രക്ഷപ്പെട്ടിരിക്കും. മീനക്കൂറിലെ പൂരുരുട്ടാതിയും ഉത്രട്ടാതിക്കും രേവതിക്കും ഇത് ഭാഗ്യത്തിൻ്റെ സമയമാണ്. സ്വന്തം അധ്വാനം കൊണ്ട് ഇവർ വിജയം നേടും. അധ്വാനിച്ച് ജീവിതത്തിൽ വലിയൊരു നേട്ടം നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും. അങ്ങനെ രക്ഷപ്പെടട്ടെ, വലിയ രീതിയിൽ എത്തിച്ചേരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അങ്ങനെയാണ് ചില പ്രവചനങ്ങൾ സത്യമാകും. ഈ പ്രവചനം അച്ചട്ടായിരിക്കും. ഇത് എഴുതി വെച്ചോളൂ. ജീവിതം മാറുന്ന സമയമാണ്. നിങ്ങൾ കുതിച്ചുയരും. നിങ്ങളുടെ എല്ലാ പ്രതാപങ്ങളും ഇനിയാണ്. ജീവിതത്തിലെ സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും സമയം. അങ്ങനെ വലിയ നിലയിൽ എത്തിച്ചേരുമ്പോൾ നിങ്ങൾ പ്രാർത്ഥന നടത്തണം. അമ്മ മുത്തുമാരിയമ്മയോട്, പരമശിവനോട്, 33 കോടി ദൈവങ്ങളോടും പ്രാർത്ഥിക്കുക. നന്ദി പറയുക. തീർച്ചയായും രക്ഷപ്പെടും. ദാനധർമ്മങ്ങൾ നടത്തുക. രക്ഷപ്പെടും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവരിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി, നമസ്കാരം.